വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തികയാണ് ഇന്ന്. കോട്ടയത്തെ കുമാരനല്ലൂർ ദേവീക്ഷേത്രത്തിലാണുള്ളത്. വിശ്വാസികൾക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടെയാണ് കുമാരനല്ലൂർ ദേവീക്ഷേത്രം. തൃക്കാർത്തികയാണ്. ഇതിപ്പോൾ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഇപ്പോഴത്തെ പ്രധാന ചടങ്ങുകൾ? ഞാൻ മുരളി കാഞ്ഞിരക്കാട്ടിലം, കുമാരനല്ലൂർ ദേവീക്ഷേത്രം ഭരണാധികാരിയാണ്. ദേവീക്ഷേത്രത്തിലെ തൃക്കാർത്തിക തിരുവുത്സവം 2024 ഇന്ന് പള്ളിവേട്ടയാണ്. ഇന്ന് ഉച്ചയ്ക്ക് എത്തിച്ചേർന്ന എല്ലാ ഭക്തജനങ്ങൾക്കും മഹാപ്രസാദകൂട്ട് നടത്തി എന്നുള്ളതാണ് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഈ ക്ഷേത്രത്തിലെ ഒരു വലിയ ചടങ്ങായിരുന്നു. രാവിലെയും വൈകുന്നേരവുമായിട്ടുള്ള എഴുന്നള്ളിപ്പുകൾ വളരെ ഗംഭീരമായിട്ട് തന്നെ ആഘോഷിക്കുന്നതിനും 2012 നാട്ടാന പരിപാലന നിയമം അനുസരിച്ചുള്ള എല്ലാ ചിട്ടകളും ആലോചിച്ചുകൊണ്ടും അതുപോലെ ഹൈക്കോടതി വിധിയുടെയും സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരവും വളരെ കർശന നിയന്ത്രണത്തോടുകൂടി ഉത്സവം നടത്തിക്കുന്നതിന് ഇതുവരെ തിരുവുത്സവ കമ്മിറ്റിയും ഭാരവാഹികളും നാട്ടുവഴിയിലുള്ള എല്ലാ ഭക്തജനങ്ങളും സഹകരിച്ചു. എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ ദേവീക്ഷേത്രത്തെ സംബന്ധിച്ച് വിശ്വാസികൾക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ദിവസം കൂടെയാണല്ലോ ഇന്നത്തെ ദിവസം. എന്താണ് കുമാരനല്ലൂർ ദേവീക്ഷേത്രത്തിൻ്റെ ഐതിഹ്യവും മറ്റും? കുമാരനല്ല ഊര്, അതായത് മധുരമീനാക്ഷി ചൈതന്യം തൻ്റെ പൂജകനെ രക്ഷിക്കുന്നതിന് വേണ്ടി തമിഴ്നാട്ടിലെ മധുരയിൽ നിന്ന് എത്തിച്ചേർന്നു എന്ന് വിശ്വാസം. മധുര മീനാക്ഷി ഇവിടെ എത്തിച്ചേർന്നപ്പോൾ കുമാരനായി പണിതിട്ടിരുന്ന ഈ ക്ഷേത്രത്തിൽ ദേവീ ചൈതന്യം ഓടിയിട്ട് വന്ന് കുടികൊണ്ടു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ കുമാരനെ പ്രതിഷ്ഠിക്കാനായി പരിവാരങ്ങൾ എത്തിയപ്പോൾ കുമാരനല്ല ഈ ഊര് എന്ന് ദേവി അരുളി ചെയ്യുകയും അങ്ങനെ ഈ പ്രദേശം കുമാരനല്ലൂരായി തീരുകയും ചെയ്തു. ദേവിക്ക് വേണ്ടി തയ്യാറാക്കിയിരുന്ന വൈക്കം ഉദയനാപുരം ക്ഷേത്രത്തിലെ കുമാരനെ ഇവിടേക്ക് പ്രതിഷ്ഠിക്കാൻ നിർദ്ദേശിച്ചിരുന്ന കുമാരനെ വൈക്കം ഉദയനാപുരത്തേക്ക് മാറ്റുകയും അവിടെ ഉദയനാപുരം ഇന്ന് കേരളത്തിലെ തന്നെ അതിപ്രശസ്തമായൊരു സുബ്രഹ്മണ്യ ക്ഷേത്രമായിട്ട് നിലകൊള്ളുകയും ചെയ്തു. ഇന്നും കുമാരനല്ലൂരും ഉദയനാപുരവും തമ്മിൽ അഭേദ്യമായ ബന്ധത്തിലൂടെ ആചാരാനുഷ്ഠാനങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നു. ധാരാളം ഭക്തജനങ്ങൾ ഇരു ദേശങ്ങളിൽ നിന്നും ഇവിടേക്ക് എത്തിച്ചേരുന്നു. 2 ക്ഷേത്രങ്ങളിലും ഒരേ ദിവസമാണ് കൊടിയേറ്റും ആറാട്ടും മറ്റും നടക്കുന്നത്. എന്നാൽ ഇക്കുറി 12 വർഷത്തിലൊരിക്കൽ മാത്രം വൈക്കത്തെ അഷ്ടമി നേരത്തെ എത്തുന്നതുകൊണ്ട് ഉദയനാപുരത്തെ ക്ഷേത്രോത്സവം ഇതിനോടകം നടന്നു കഴിഞ്ഞു. കൂടാതെ വടക്കുന്നാഥൻ, അതായത് തൃശ്ശൂർ വടക്കുന്നാഥൻ്റെ ക്ഷേത്രത്തിലെ വാമഭാഗം, അതായത് പത്നീഭാവത്തിലുള്ള ദേവിയാണ് ഇവിടെയെന്ന് സങ്കല്പിക്കപ്പെടുന്നു. രാവിലെ ആറാട്ട് കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ ദേവിയെ കാണുന്നതിനും ദേവിയെ ദർശിക്കുന്നതിനുമായി വടക്കുന്നാഥൻ അദ്ദേഹത്തിൻ്റെ തെക്കേ മതിലിന്മേൽ എത്തുമെന്നും ഇന്നും തെക്കേ മതിലിന്മേലാണ് വടക്കുന്നാഥൻ്റെ ഉച്ചപൂജ നടക്കുന്നതെന്നുള്ളതും ഒരു പരമസത്യം. ക്ഷേത്രവുമായിട്ട് നിരവധി ഭക്തജനങ്ങൾക്ക് തമിഴ്നാടുമായിട്ട് ബന്ധമുള്ളതുകൊണ്ട് നിരവധി തമിഴ്നാട്ടിൽ നിന്നും അതുപോലെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ധാരാളം ഭക്തജനങ്ങൾ എത്തിച്ചേരുന്നു. നിരവധി വികസന പ്രവർത്തനങ്ങളും മറ്റും നടത്തുവാനും ഓരോ വർഷം ചെല്ലുന്തോറും പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്ത് വളരെ മനോഹരമാക്കി തീർക്കുവാനും ദേവി സഹായിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി, നമസ്കാരം. ദേവിയുടെ അനുഗ്രഹത്തിനായി നിരവധി ഭക്തർ ദീപം തെളിയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. തൃക്കാർത്തികയായ ഇന്ന് തൃക്കാർത്തിക വിളക്കിനോടനുബന്ധിച്ച് നിരവധി പേരാണ് ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത്.